അപ്പോൾ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പുതുമോടികളുടെ കൂടെ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ ചെക്കൻ്റെയും പെണ്ണിൻ്റെ കൂടെ എന്തായാലും ഒന്ന് എക്സിബിഷൻ കാണാൻ വേണ്ടി പോകണം എന്ന് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിലേക്ക് കയറാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട്. ചേച്ചിമാരിൽ നിന്നാ കടക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നടന്നു എന്നുള്ളതല്ലാണ്ട് നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആർദ്രയ്ക്ക് നമ്മുടെ നിധിമോന് ഒരു ബാഗ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ റിസപ്ഷന് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള വളം നോക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഇവിടെ ഒരു വളയ്ക്ക് 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോന്നു കേട്ടോ. അടിപൊളി അല്ലേ? അപ്പോൾ ഇത് ഞങ്ങൾ മുന്നേ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ റൈഡിൽ കയറണതിൻ്റെ. അപ്പോൾ കഴിഞ്ഞല്ല ഞങ്ങൾ ഇതുപോലെ എക്സിബിഷൻ വന്നപ്പോൾ ഈ റൈഡിൽ ഇനി കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ നമ്മുടെ കുറച്ച് മുന്നേ കാണിച്ച് ഞാൻ ഒരു വഞ്ചി പോലത്തെ റൈഡ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത്രയും നീളം ഉണ്ടായിരുന്നില്ല അതിന്. അപ്പോൾ അടുത്ത കൊല്ലം ഇനി വരുമ്പോൾ എന്തായാലും ആ ഒരു വഞ്ചി പോലത്തെ റൈഡിൽ കയറണം എന്നൊരാഗ്രഹം ഉണ്ട് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ നമ്മൾ നടന്ന് കണ്ട് കഴിഞ്ഞ് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് പോയിരുന്നാൽ മതി എന്നുള്ളതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പുറത്തേക്ക് ഇറങ്ങാറായിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു 9:15 കൂടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു 2 മണിക്കൂറോളം നമ്മൾ അതിനുള്ളിൽ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം നടന്ന് കാണാനായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം നമ്മുടെ വടക്കുന്നാഥൻ്റെ അവിടെ പോയിരുന്നു. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല. അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ.